രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സഞ്ജുട്ടിന് എന്ത് പണിയായി കാണിച്ച? കുറച്ചുകൂടി ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണ്ടേ? ഞാനതിന് ശ്രമിച്ചില്ലെന്നാണ് നീ വിചാരിക്കുന്നത്? ഞാൻ പരമാവധി ശ്രമിച്ചു. പിന്നെ അയാളുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാ ഞാൻ പ്രതികരിച്ചത്. കാതർക്ക് എന്ത് ചെയ്തിട്ടാ നീ പ്രതികരിച്ചത്? എന്താടാ നീ ഒന്നും പറയാത്തത്? വെറുതെ ചൂടാവാൻ നിക്കണ്ട ഗിരിയേട്ടാ. സഞ്ജുവിന് പറയാനുള്ളത് എന്താണെന്നും കൂടി കേൾക്കണം. കേൾക്കാം. ഇവന് പറയാനുള്ളത് കൂടി കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഈ പോഴത്തരം കാണിച്ചതിന് ഇവൻ എന്ത് ന്യായീകരണമാണ് ഉള്ളതെന്ന് എനിക്ക് അറിയണം. എടാ, നീ കാരണം എത്ര വർഷത്തെ ബന്ധമാണ് ഇല്ലാതായെന്ന് അറിയാമോ? അയാളെ പോലെ ചീപ്പായ ആളുകളുമായിട്ട് എന്തിനാ ബന്ധം വയ്ക്കുന്നത്? അയാള് ചീപ്പായതുകൊണ്ടാണോ നീ പിടിച്ച് തല്ലിയത്? തല്ലേ? പിന്നെ ഇവൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇവൻ ചുമ്മാ രാജിവെച്ചിട്ട് വന്നാണെന്നോ? തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് കാതർക്കയുടെ മുഖത്തടിച്ചിട്ടാ ഇവൻ വന്നത്. അയാളുടെ സംസാരം ഒട്ടും ശരിയല്ല. എന്നോട് ഒരു ബഹുമാനം ഇല്ലാതെ അയാൾ പെരുമാറിയത്. എന്തിനാ അയാൾ നിന്നോട് ബഹുമാനം കാണിക്കേണ്ടത്? നീ അയാളുടെ വെറും ഒരു തൊഴിലാളിയാ. ഗോപാൽജിയുടെ മകനായി നീ വിലസിയിരുന്നപ്പോ നിന്റെ തൊഴിലാളികളോട് നീ ബഹുമാനത്തോടെ പെരുമാറിയിട്ടുണ്ടോ? നീ അവിടെ വലിയ മാസ് കാണിച്ചെന്നാണോ നിന്റെ വിചാരം? എടാ, കാതർക്ക് അവിടുത്തെ തൊഴിലാളികളോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ അവിടെ വെച്ച് തല്ലി കൂട്ടിയാണ്. എന്നെ ഓർത്തിട്ട് മാത്രമാ അയാൾ നിന്നെ വെറുതെ വിട്ടത്. അയാൾക്ക് കൊള്ളേണ്ട അടി തന്നെ കിട്ടിയത്. നിന്നോട് ജോലി ചെയ്യാൻ പറഞ്ഞതാണോ അയാൾ ചെയ്ത തെറ്റ്? നിനക്കൊക്കെ വല്ല ബോധമുണ്ടോടാ? എന്താടാ നിന്നെ ഞാൻ ബഹുമാനിക്കാത്തതിന് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്നെ തല്ലണോ? വേണ്ട വേണ്ട. കാതർക്ക് നിനക്ക് വർഷങ്ങളായിട്ട് അറിയാന്നല്ലേ പറഞ്ഞത്? അപ്പൊ അയാളുടെ സ്വഭാവം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. എന്നിട്ടും നീ എന്തിനാ എന്നെ അയാളുടെ അടുത്തേക്ക് തന്നെ ജോലിക്ക് അയച്ചത്? അയാൾ എന്നെ അപമാനിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം നീ അയാളെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെങ്കിലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. നീ ഇതും ഇതിനപ്പുറവും പറയും. ഞാൻ ഇതൊക്കെ കേൾക്കണം. നിന്നെ സഹായിക്കാൻ ശ്രമിച്ച എനിക്ക് ഇങ്ങനെ തന്നെ വേണം. ഇനി ഇവന്റെ കാര്യത്തില് എന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. കുഞ്ഞിന്റെ സെന്റിമെന്റ്സ് പറഞ്ഞോണ്ട് നീ എന്റെ അടുത്തേക്ക് വന്നു പോരുത്. നീ നാളെ തന്നെ കാതർക്കയോട് മാപ്പ് പറഞ്ഞോ. മാപ്പ് പറയാനോ? ഞാനോ? എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും ഞാൻ മാപ്പ് പറയില്ല. ഇതിപ്പോ ഞാൻ എന്റെ ഭാഗത്തല്ലേ? മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞോണം. ഇല്ലെങ്കിൽ ആളിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആട്ടിച്ച് നിന്റെ മോന്ത പരത്ത് ഞാൻ. നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ല. ഗോപാൽജിയുടെ മകനെന്നുള്ള മേൽവിലാസം ഇല്ലെങ്കിൽ നീ ആരും അല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ? നീ ഇങ്ങനെ നാണം കെട്ട് ജീവിച്ച് ശീലിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയാം. നാളെ നിന്റെ കുഞ്ഞിന്റെ മുന്നിലും നീ നാണം കെടും. നീ കുറെ ആലോചിച്ചും മനക്കണക്ക് കൂട്ടിയല്ലേ ഇവനെ കല്യാണം കഴിച്ചത്. ഇപ്പോഴും നീ നല്ലൊരു തീരുമാനമാണ് എടുത്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എന്റെ ഭർത്താവില് വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സഞ്ജുവേട്ടൻ കഴിവ് തെളിയിക്കും. കുറെ തെളിയിക്കും. സാരമില്ല സഞ്ജുവേട്ടാ, ഞാൻ പറയുന്നത് കേട്ട് സഞ്ജുവേട്ടൻ ശ്രമിച്ചല്ലോ. എനിക്കത് മതി. നീ മാത്രം എന്നെ ശരിക്കും മനസ്സിലാക്കുന്നത്.